ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും കുക്കിംഗ് പെറ്റൽസിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു മിൽക്ക് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. നമ്മൾ വായിലിട്ട് അലിഞ്ഞു പോകുന്ന പോലെയുള്ള നല്ലൊരു ടേസ്റ്റുള്ള ഒരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ കേട്ടോ. എങ്കിലേ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 125 ml കപ്പാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അരിച്ചെടുത്താലും മതി കേട്ടോ. അതല്ലെങ്കിൽ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചെറിയ കേക്കിനുള്ളൊരു അളവാണ് കേട്ടോ കാണിക്കുന്നത്. നമുക്കിതിലേക്ക് 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് റൂം ടെമ്പറേച്ചറിലെ മുട്ട എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ഫ്ലഫി ആവുന്നതുപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ മുട്ടയുടെ ആ ഒരു ചൊവയൊക്കെ ഒന്ന് പോയി കിട്ടും. ഇത് നന്നായിട്ട് ഫ്ലഫി ആവുന്നത് വരെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതാ നമ്മുടെ മുട്ടയൊക്കെ നന്നായി ഫ്ലഫിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര 1/2 കപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ പഞ്ചസാര നമുക്ക് 2 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കാം, ഒരുമിച്ച് ചേർക്കണ്ട. അപ്പോൾ കുറച്ച് ഫ്ലോറല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഒരുപാടൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ 3-4 പ്രാവശ്യമൊക്കെ ആയിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിപ്പോൾ എന്തായാലും ഞാൻ പകുതിയായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതൊക്കെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. സൺഫ്ലവർ ഓയിൽ ചേർത്താൽ ജസ്റ്റ് അതൊന്ന് മിക്സാക്കി എടുത്താൽ മതി. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഓവർ മിക്സിങ് ആവാതെ ശ്രദ്ധിക്കുക. മെല്ലെ ഇതുപോലെ ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഫ്ലോറും ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കുറഞ്ഞ ക്വാണ്ടിറ്റി ആവുകൊണ്ടാണ് നമ്മൾ 2 പ്രാവശ്യമായിട്ട് ചേർക്കുന്നത്. കൂടുതൽ ക്വാണ്ടിറ്റി ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ 3-4 പ്രാവശ്യമൊക്കെ ആയിട്ടാണ് ഫ്ലോർ ചേർത്ത് കൊടുക്കാറുള്ളത്. ഇപ്പോൾ ഈ ഒരു ബാറ്റർ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1/4 കപ്പ് പാലാണ് കേട്ടോ അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പാലിൻ്റെ അളവ് കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത് ഓവനിലല്ല, അടുപ്പത്ത് ഒരു പാനിൽ സ്റ്റൗവിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഓവനിലാണെങ്കിലും നിങ്ങളുടെ ഓവൻ്റെ ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതൊരു കേക്ക് ബിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലെ എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു പാന് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. നമ്മളിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് എനിക്കൊരു 50 മിനിറ്റ് എടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു കേക്ക് റെഡിയായി കിട്ടിയിട്ടുള്ളത്. ഒരു 40 മിനിറ്റ് വരെയൊക്കെ എടുക്കും. 40 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കിയിട്ട് റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ 10 മിനിറ്റും കൂടെ വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഇത് സോക്ക് ചെയ്യാനുള്ളൊരു മിക്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ 3 മിൽക്ക് കൊണ്ടാണ് കേട്ടോ നമ്മളിത് സോക്ക് ചെയ്തെടുക്കുന്നത്. അതുതന്നെയാണ് ഈ കേക്കിൻ്റെ ഒരു ടേസ്റ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് പാലെടുക്കുന്ന സമയത്ത് നമ്മൾ തിളപ്പിച്ച പാൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ഡയറക്റ്റ് ഇത് സോക്ക് ചെയ്ത് കൊടുക്കുന്നതല്ലേ, പിന്നെ കുക്ക് ചെയ്യുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ആദ്യം തന്നെ പാൽ തിളപ്പിച്ചതിന് ശേഷം എടുക്കാൻ ശ്രദ്ധിക്കുക. ഞാനൊരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പോൾ ഇത് കേക്കിന് മുകളിൽ ചെറുതായിട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരുപാട് ക്രീമിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ മുകളിൽ മാത്രമാണ് ക്രീം ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ചെടുത്തിട്ടുള്ളത്. നമ്മുടെ കേക്കൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു ഫോർക്ക് എന്തെങ്കിലും വെച്ചിട്ട് ഇതിന് മുകളിലൊക്കെ ഒന്ന് ഹോളിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ സോക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു മിക്സ് നന്നായിട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഹോളിട്ട് കൊടുക്കുന്നത്. ഞാനൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് കൊണ്ട് നമുക്കിത് സോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായി തന്നെ സോക്ക് ചെയ്തെടുക്കണം. നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് മുഴുവനായിട്ട് നമ്മൾ ഇതിൽ ഉപയോഗിക്കണം കേട്ടോ. അതിൽ ബാലൻസ് ഒന്നും വെക്കരുത്. അത് ഫുള്ളായിട്ട് നമ്മൾ ഇത് സോക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ അത് ആ കേക്ക് നന്നായിട്ട് അബ്സോർബ് ചെയ്തെടുക്കും. അപ്പോൾ ഇതിങ്ങനെ നന്നായി സോക്ക് ചെയ്തിട്ട് ഈ ഒരു കേക്ക് കഴിക്കുന്നത് അതാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ടേസ്റ്റ്. ഈ കേക്കിൻ്റെ ഒരു പ്രത്യേകത അത് തന്നെയാണ്. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ മിക്സൊക്കെ മുഴുവനായിട്ട് കേക്കിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഡിസൈന് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ജസ്റ്റ് വെറുതെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഈ ഒരു ക്രീം ഡിസൈൻ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ കുറച്ച് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അതിൻ്റെ മുകളിലൊരു ഡിസൈന് കൊടുക്കുന്നുണ്ട്. ഇനി ഫൈനലായിട്ട് കുറച്ച് പിസ്ത പൊടിച്ചതും കൂടെ ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ പിസ്ത തന്നെ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഏതെങ്കിലും നട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഏതെങ്കിലും ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ പിസ്തയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് അതിന് മുകളിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കുറച്ച് എഡിബിൾ റോസിൻ്റെ ഫ്ലവറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ബൈ. താങ്ക് യു.